കഴിഞ്ഞ 9 വർഷമായി വളരെ നിഷ്ക്രിയമായി കിടന്നിരുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വീണ്ടും ജീവൻ വെപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന തരത്തിൽ മാറ്റിയ അപൂർവം കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയാണ് ശ്രീ വി.ഡി. സതീശൻ എന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവുമില്ല. അങ്ങനെ ചത്തുകിടന്നിരുന്നൊരു കോൺഗ്രസിന് പുനർജീവനം നൽകുന്ന ശ്രമത്തിനിടയിൽ ഇവിടെ തലമുതിർന്ന നേതാക്കളെ അങ്ങനെ പൂർണ്ണമായും അവഗണിച്ചു എന്നാരെങ്കിലും ഒരു പരാതി പറഞ്ഞാൽ ആ പരാതി അങ്ങനെയൊക്കെ അങ്ങനെ പൂർണ്ണമായി തള്ളിക്കളയുവാനും നിർവാഹമില്ല. സതീശന്റെയും കൂട്ടരുടെയും പുതിയ ഫോർമുല അത് 5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്ന് വിചാരിച്ചുവെങ്കിലും അവർക്കത് അന്ന് തെറ്റുകയാണ് ഉണ്ടായത്. റൊട്ടേഷൻ പ്രക്രിയയിൽ അധികാരത്തിൽ വരേണ്ടിയിരുന്ന കോൺഗ്രസിന് വീണ്ടും പുറത്തിരിക്കേണ്ടി വന്നെങ്കിലും വി.ഡി. സതീശൻ എന്ന ആ കോൺഗ്രസ് നേതാവ് കൂടുതൽ കരുത്താർജിക്കുന്നതാണ് നാം കണ്ടത്. പാർട്ടിയിൽ തന്റെ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനായി വളർന്നുവരുന്ന യുവനേതാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകി അവരെയെല്ലാം തന്റെ കൂടെ നിർത്തുകയും ചെയ്തു ഈ സതീശൻ. അതിനായി ഈ കണ്ടകാലം പുതിയ KPCC പ്രസിഡന്റായി വന്ന K. സുധാകരനെ അങ്ങനെ മൂലക്കിരുത്തി ആ വേഷം പോലും കൈകാര്യം ചെയ്യുവാൻ വി.ഡി. സതീശന് മുന്നിൽ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 10 വർഷക്കാലമായിട്ടുള്ള LDF ഗവൺമെന്റിന്റെ ആ കാലാവധി പൂർണ്ണമാകുവാനിരിക്കെ അടുത്ത UDF ഭരണത്തിന് ചില സാധ്യതകൾ തെളിയുന്നു എന്നൊരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നും ഇനി മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന സതീശന് മേൽ ഒരു ഇടിത്തി എന്ന വണ്ണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഒരു രംഗപ്രവേശം. അത് മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകുമോ എന്നൊരു സ്ഥിതിയിലേക്കുമായി. സുധാകരന്റെ അഭാവത്താൽ സതീശൻ ഒറ്റയ്ക്കിങ്ങനെ കൈകാര്യം ചെയ്തിരുന്ന പല വേഷങ്ങളും ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി കവർന്നെടുക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ചെന്നിത്തലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് UDFിലും കോൺഗ്രസ് പാർട്ടിയിലും തന്നോട് നീരസമുള്ളവരും എതിരാളികളും രംഗത്ത് വന്നതോടുകൂടിയാണ് വി.ഡി. സതീശൻ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ ഒരു ജാഥയുമായി രംഗത്തേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചത്. സ്വന്തം പാർട്ടിയിലും പൊതുരാഷ്ട്രീയത്തിലും കളം നിറഞ്ഞു നിൽക്കുവാൻ വേണ്ടിയായിരുന്നു അത്. മനുഷ്യരും വന്യജീവികളും തമ്മിൽ നിരന്തരം സംഘർഷമുള്ള ഈ കേരളത്തിൽ ഇപ്പോൾ അതിരൂക്ഷമായതിനാലും അത് വന്യമൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കണമെന്നും മലയോരവാസികളുടെ ഭൂമി പട്ടയ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും കാർഷിക മേഖലയിലെ വിലക്കയറ്റം തടയുകയും മേഖലയുടെ ഈ തകർച്ചയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു മലയോര സമര പ്രചരണ യാത്രയ്ക്കാണ് വി.ഡി. സതീശൻ ഇപ്പോൾ തുടക്കം കുറിച്ചത്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയായിട്ടുള്ള ഒരു സമരമെന്നാണ് പ്രഖ്യാപനം. ഇരിക്കൂർ കരുവഞ്ചാലിൽ നിന്നും ജാഥ ആരംഭിച്ച് ഫെബ്രുവരി 5-ാം തീയതി തിരുവനന്തപുരം അമ്പൂരിയിൽ ഈ വാഹന ജാഥ അവസാനിക്കുകയും ചെയ്യും. സത്യത്തിൽ ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടി എന്നല്ലാതെ മറ്റൊന്നും ഈ പരിപാടിയിൽ കാണേണ്ടതില്ല. എന്നാൽ സതീശന്റെ ഈ ജാഥയ്ക്കിടയിൽ മറ്റൊരു ഓപ്പറേഷനാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തി അങ്ങനെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ ഒരു ശ്രമം നടത്തുകയാണ് രമേശ് ചെന്നിത്തല. അതിനായി മലയോര മേഖലയിലേക്ക് തന്നെയാണ് ചെന്നിത്തല ഇപ്പോൾ ആദ്യം എത്തിയതും. നെന്മാറയിലെ ഇരട്ടക്കൊലയിൽ മരണപ്പെട്ട സുധാകരന്റെ ആ 2 മക്കളെയും സന്ദർശിച്ചുകൊണ്ടായിരുന്നു അത്. അച്ഛനും അമ്മയും അമ്മൂമ്മയും ഒക്കെ നഷ്ടപ്പെട്ടതിനാൽ അതുല്യ അഖില എന്ന ഈ 2 പെൺകുട്ടികളും കുഴൽമന്ദത്തെ ചിതരയിൽ താമസിക്കുന്ന അവരുടെ വല്യമ്മയുടെ വീട്ടിലായിരുന്നു. അവിടേക്കാണ് രമേശ് ചെന്നിത്തല സന്ദർശനത്തിനായി എത്തിയത്. മാത്രമല്ല സന്ദർശന വേളയിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കേരള മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ ചെന്നിത്തല ഫോണിൽ വിളിക്കുകയും നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മൂത്ത പെൺകുട്ടിക്ക് ജില്ലാ ആശുപത്രിയിൽ ഒരു ജോലി ഉറപ്പാക്കുകയും ഇളയ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസ ചെലവിനായി സർക്കാർ സഹായം ഉറപ്പാക്കാൻ അത് വേണ്ടത് ചെയ്യാമെന്നും ഉറപ്പ് വാങ്ങിക്കുകയും ചെയ്തു. ഇതെല്ലാം ചെന്നിത്തലയെ സംബന്ധിച്ചൊരു വലിയ മൈലേജാണ് രാഷ്ട്രീയപരമായി ഇപ്പോൾ ലഭിച്ചത്. 1-2 ദിവസങ്ങളിലായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ഇത് വലിയൊരു വാർത്തയാകുകയും ചെയ്തു. കൂടാതെ മനുഷ്യക്കടത്തിലൂടെ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് ജീവൻ വെടിഞ്ഞ കുട്ടനെല്ലൂരിലെ ബിനിൽ ബാബുവിന്റെ വീടും രമേശ് ചെന്നിത്തല സന്ദർശിക്കുകയും അവിടെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് മലയോര വിഷയം ഇപ്പോൾ ഏറെ ഉയർത്തിപ്പിടിക്കുകയും ഉടൻ UDF പ്രവേശനം കാത്ത് കഴിയുകയും ചെയ്യുന്ന മുൻ MLA PV അൻവറുമായി ചെന്നിത്തല ഒരു കൂടിക്കാഴ്ച നടത്തിയത്. ഇതും മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നിറഞ്ഞിരുന്നു. ചെന്നിത്തലയിൽ നിന്നും ഇത്തരം അപകടം ഉണ്ടാകുമെന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടാവണം വളരെ ചുരുക്കം നീണ്ടു നിൽക്കുന്നൊരു ജാഥയ്ക്കാണ് സതീശൻ തയ്യാറായത്. എന്നാൽ സതീശന്റെ ജാഥ തുടങ്ങിയ അന്ന് തന്നെ മറ്റൊരു നിശബ്ദ ജാഥയുമായി രമേശ് ചെന്നിത്തലയും അങ്ങനെ ഇറങ്ങുകയായിരുന്നു.
സതീശൻ പോയ വഴിയെ എല്ലാ വഴിയിലും ചെന്നിത്തലയും പോകുകയാണ്. ചെന്നിത്തലയുടെ ഈ കടന്നുകയറ്റത്തെ ചെറുക്കുവാനാണ് ജാഥ തുടങ്ങുന്ന ഓരോ ദിവസവും താൻ എവിടെയാണോ തങ്ങുന്നത് അവിടെ വെച്ച് തന്നെ വി.ഡി. സതീശൻ പത്രസമ്മേളനവും വിളിച്ചു ചേർക്കുന്നത്. ഏതായാലും ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയും വരെ മറ്റൊരു ജാഥയ്ക്കും ഈ വി.ഡി. സതീശൻ ഇനി മുതിരില്ലെന്നാണ് സതീശനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.